നാഗ്പൂർ കലാപത്തിൽ മുൻപന്തിയിൽ നിന്ന് കൗമാരക്കാരായ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ നിരവധി ഹിന്ദു വീടുകൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയെന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. മാർച്ച് 17-ന് നാഗ്പൂരിൽ ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യുന്നതിനെതിരെ മതമൗലികവാദികൾ കലാപം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെയാണ് പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 14 കലാപകാരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 105 കവിഞ്ഞു. അറസ്റ്റിലായ പ്രതികളിൽ 10 കൗമാരക്കാരും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഇതുവരെ 3 എഫ്ഐആറുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ സംഭവത്തിൽ ഉടനടി തന്നെ നടപടി സ്വീകരിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി വരികയാണ്. അതേസമയം നാഗ്പൂർ കലാപത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഫാഹിം ഖാൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഫാഹിം ഉൾപ്പെടെ 6 പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഫേസ്ബുക്ക്, എക്സ്, യൂട്യൂബ് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇതുവരെ 230ഓളം കലാപ പോസ്റ്റുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ കലാപത്തിന് ശേഷം പ്രചരിക്കുന്ന 50% പോസ്റ്റുകളും ഫേസ്ബുക്ക്, എക്സ്, യൂട്യൂബ് എന്നിവയിൽ നിന്ന് നീക്കം ചെയ്തതായും വ്യക്തമാക്കുകയാണ്. ബാക്കിയുള്ള പോസ്റ്റും വീഡിയോയും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിലും ഗൂഗിളിനും കത്തയച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നഗരത്തിലെ 11 സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ 6 എണ്ണത്തിൽ ഭാഗികമായി ഇളവ് വരുത്തിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ആകമാനം 61 വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. കലാപകാരികൾ 36 കാറുകളും 22 ബൈക്കുകളും ഒരു ക്രെയിനും കത്തിച്ചതായും പോലീസ് വ്യക്തമാക്കുകയാണ്. അതേസമയം സംഭവത്തെക്കുറിച്ച് PTIയോട് സംസാരിച്ച നാഗ്പൂർ പോലീസ് കമ്മീഷണർ രവീന്ദ്രകുമാർ നഗരത്തിലെ സ്ഥിതി ക്രമേണ സാധാരണ നിലയിലായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉന്നതതല അവലോകനത്തിന് ശേഷം ചില പ്രദേശങ്ങളിൽ കർഫ്യൂ പിൻവലിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും നാഗ്പൂരിലെ കലാപത്തിൽ 3 DCP ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 38 പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുകയാണ്. ഇതിനു പുറമെ ഹിന്ദുക്കളുടെ വീടുകൾ ലക്ഷ്യമാക്കി കലാപകാരികൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപ്രകാരം പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ച വാഹനങ്ങൾക്ക് 50,000 രൂപയും ചെറിയ കേടുപാടുകൾ സംഭവിച്ച വാഹനങ്ങൾക്കാകട്ടെ 10,000 രൂപയും നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.